ജാനകി എന്ന പേര് മുൻപും മലയാളത്തിൽ ഒരുപാട് സിനിമകൾക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെയും ഉപയോഗിച്ചിട്ടുള്ള പേരുമാണ്. അപ്പോൾ നോക്കൂ, ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മാത്രമാണ് ഇതൊരു പ്രശ്നമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി സെൻസർ ബോർഡിന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇതൊരു തുടർച്ചയാണല്ലോ മിഥുൻ. കുറച്ചു കാലങ്ങളായി നമ്മൾ ഇതേ കാഴ്ചയാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് 13A സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ റീജിയണൽ ഓഫീസറും നൽകിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് മുംബൈയിൽ ചെല്ലുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പം സെൻസർ ബോർഡിൻ്റെ തന്നെ ഒരു ഭാഗത്തുനിന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് മെയിൻ ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് അവിടെ നിന്ന് തന്നെ ക്ലാരിഫിക്കേഷൻ വരേണ്ടതാണ്. കാരണം സെൻസർ ബോർഡിന് തന്നെ 2 തീരുമാനങ്ങളാണോ എന്നുള്ളത് അറിയണം. ഒന്ന്, CBFC എന്ന് പറയുന്നതൊരു സ്റ്റാറ്റ്യൂട്ടറി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്, ഒരു ആർബിട്രറി തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സെൻസർ ബോർഡ് ചെയർമാൻ തന്നെ വ്യക്തമാക്കണം. കാരണം സെൻസർ ബോർഡിന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ട് പാലിച്ചുകൊണ്ട്, നിയമം പാലിച്ചുകൊണ്ട്, ഈ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രാഫ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അത് പേര് മാറ്റണമെങ്കിൽ അതിന് ഏത് നിയമമാണത് ലംഘിക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതസ്പർദ്ധ ഉളവാക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ എന്താ പറയുക മിസ്യൂസ് ഓഫ് പ്രൊട്ടക്റ്റഡ് സിമ്പിൾസ്, അങ്ങനെ അതിനൊരു ലിസ്റ്റ് ഓഫ് നിയമങ്ങളുണ്ട്. ഡീസൻസി, മൊറാലിറ്റി, ഇതിനൊക്കെ ഇൻഫ്രിഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും ഭാഗങ്ങൾ അതിലുണ്ടോ, അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ CBFCക്ക് അവിടെ ഒരു നെയിം ചേഞ്ച് ഒക്കെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ശ്യാം ബെനഗൽ കമ്മിറ്റിയാണ് ഇതിൽ ബേസിക്കലി ഒരു നല്ലൊരു എന്താ പറയുക, ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെ വേണം CBFC റെഗുലേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടൊക്കെ കൊടുത്തത്. അതിലൊന്നും തന്നെ ഈ CBFCക്ക് ഇത്ര ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് അതോറിറ്റി കൊടുക്കുന്നില്ല ഒരു സിനിമയുടെ പേര് മാറ്റാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുത്താനോ. അവർക്ക് റെഗുലേറ്ററി പരിധിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പ്രപ്പോസ് ചെയ്യാമെന്നല്ലാതെ ഒരു അളവിൽ കവിഞ്ഞ് എന്താ പറയുക ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനൊന്നും CBFCക്ക് സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തു എന്ന കാര്യം CBFC തന്നെ വ്യക്തമാക്കണം. മാത്രമല്ല ഇതിനൊരു അനാവശ്യമായിട്ടുള്ള ഹിന്ദു ടാഗ് കൊടുക്കുക അല്ലെങ്കിൽ ഈ രാജ്യത്തൊരു എക്സ്ട്രീം ഫോം ഓഫ് ഹിന്ദുയിസം നടപ്പിലാക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു കാറ്റഗറിയിലേക്കൊന്നും നമ്മളിതിനെ ഉൾപ്പെടുത്തി കാണേണ്ടതായിട്ടില്ല. ഇത് CBFCൻ്റെ ചെയർമാൻ തന്നെ വ്യക്തത വരുത്തേണ്ടതാണ്. കാരണം ഇതിൽ ഒരുപക്ഷെ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇതിനോട് എതിർപ്പുണ്ട്. അപ്പോൾ ഇതൊരു അജണ്ടയോ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ നടപ്പിലാക്കപ്പെടുന്നതല്ല. ശരി ശരി.